കണ്ണൂർ കൊളവല്ലൂർ PRM ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിങ്ങിനിടെ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ശരീരം നിവർത്തി പിടിച്ചു നടന്നുവെന്ന വിചിത്രമായ കാരണം പറഞ്ഞ് 40ഓളം വരുന്ന സീനിയർ വിദ്യാർത്ഥികളുടെ സംഘമാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് ആക്രമിച്ചത്. കുട്ടിയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റു. സംഭവത്തിൽ 6 സീനിയർ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി ഇവൻ്റെ കോളറ പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ട്, അപ്പോൾ കഴുത്തിനെല്ലാം ചെറിയ നഖം കൊണ്ടുള്ള പോറലുകളെല്ലാം ഉണ്ട്. അങ്ങനെ വലിച്ചങ്ങിട്ട് മറ്റുള്ള കുട്ടികൾ ഇവൻ്റെ ദേഹത്ത് കാരി നിന്ന് ഇടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്ത്. അപ്പോൾ ഇവൻ അവിടുന്ന് ഇവൻ്റെ ഉള്ള ശക്തിയാൽ ഇവൻ എണീറ്റിങ് നിൽക്കുമ്പോൾ വേറൊരു കുട്ടി അടുത്തുനിന്ന് തന്നെയാന്ന് പറഞ്ഞാൽ വലിയൊരു കല്ലെടുത്തിട്ട് ഒരൊറ്റ കയറ്. അതിലാണ് ഈ തലക്ക് ഇങ്ങനെ പൊട്ടൽ വന്നിട്ടുള്ളത്. ഇന്നലെ ഉച്ചയോടെയാണ് സ്കൂൾ ക്യാൻറ്റീനിൽ വെച്ച് സഹപാഠികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന വിദ്യാർത്ഥിക്ക് നേരെ ആക്രമണമുണ്ടായത്. ഏകദേശം 40ഓളം സീനിയർ വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തി ക്യാൻറ്റീനിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ കുട്ടി വ്യക്തമാക്കി. ആക്രമണത്തിനിടെ പ്രതികൾ കല്ലുകൊണ്ട് തലക്കടിച്ച് മുറിവേൽപ്പിച്ചതായും കുട്ടിയുടെ മൊഴിയിലുണ്ട്. ഇത് നിവർന്ന് നടക്കുന്ന അങ്ങനത്തെല്ലാം പറ്റിച്ചു. അവരെത്ര പേരുണ്ടായിരുന്നു? 30-40 ആൾക്കാർ. എവിടെ പരിക്കേ? സ്കൂളിൽ എവിടെ വെച്ചായിരുന്നു? ഓർമ്മയുണ്ട് എന്തൊക്കെ സംഭവിച്ചിരുന്നു? എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ലേ? ലഞ്ച് ബ്രേക്കിന് ഫുഡ് കഴിക്കുമ്പോൾ മുമ്പൊക്കെ വിളിച്ച് ക്യാൻറ്റീനിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകണം. എന്താ അവർ അടിക്കാൻ സമയത്തുണ്ടെങ്കിൽ പറഞ്ഞോ? അതിന് മുന്നേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്താ പറഞ്ഞ? ഒറ്റക്കിട്ട് അടിക്കും. അപ്പൊ അന്ന് ക്യാൻറ്റീനിൽ ഒറ്റക്കായിരുന്നു. തങ്ങളെ കണ്ടപ്പോൾ ശരീരം നിവർത്തിപ്പിടിച്ച് നടന്നുവെന്ന് പറഞ്ഞായിരുന്നു ക്രൂരമർദ്ദനം. ഇതിനു മുൻപും ഒറ്റയ്ക്ക് കിട്ടിയാൽ അടിക്കുമെന്ന് സീനിയർ വിദ്യാർത്ഥികൾ തനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും പരിക്കേറ്റ വിദ്യാർത്ഥി പറഞ്ഞു. സംഭവത്തിനു പിന്നിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ക്യാൻറ്റീനിലെ CCTV ക്യാമറകൾ ബോധപൂർവം തിരിച്ചുവെച്ച ശേഷമാണ് സീനിയർ വിദ്യാർത്ഥികൾ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് പരിക്കേറ്റ കുട്ടിയുടെ ബന്ധുവായ ഖദീജ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ സ്കൂൾ അധികൃതരും പോലീസും കർശനമായ നടപടി സ്വീകരിക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. നിവർന്നു കൊണ്ടാ നടക്കുക, ഇങ്ങനെ നിവർന്ന് നടക്കുന്നത്. അവരെ ഉപ്പയും എല്ലാവരും അങ്ങനെ തന്നെ ഒരു നീർന്നിട്ടുള്ള നടത്ത. അതുകൊണ്ട് അത് അവർക്ക് പിടിക്കുന്നില്ല എന്നാ തോന്നുന്നത്. വേറൊരു കാര്യമായ കാരണമൊന്നും നമ്മളറിയില്ല. 12 സ്റ്റിച്ചുണ്ട് മുറിവ. പക്ഷെങ്കിൽ ഈ കല്ല് കൊണ്ട് ചതിവായ കൊണ്ട് തുന്നേ ഞമ്മക്കാകുന്നില്ല എന്ന് പറഞ്ഞ് ഓനിക്ക് ഭയങ്കര പേടിയുണ്ട്. ഓനിപ്പം തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന അവസ്ഥയിലാണ് ഉള്ളത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സ്കൂൾ അധികൃതർ ഉടൻ തന്നെ നടപടി സ്വീകരിച്ചു. റാഗിങ്ങിലും മർദ്ദനത്തിലും പങ്കാളികളായ 6 +2 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെന്റും ബന്ധുക്കളും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊളവല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ക്യാൻറ്റീനിലെ CCTV ദൃശ്യങ്ങളും മറ്റു തെളിവുകളും ശേഖരിച്ചു വരികയാണെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കണ്ണൂർ.